അവകാശങ്ങൾക്കായി ഭാര്യ ഇറങ്ങിത്തിരിച്ചിട്ട് 36 ദിവസങ്ങൾ. വീട് തിരിച്ചുപിടിക്കാൻ മുന്നിൽ 7 ദിവസങ്ങൾ. കേരള ബാങ്കിന്റെ ജപ്തി നോട്ടീസിൽ അനുവദിച്ചിരുന്ന സമയം അത്രമാത്രമാണ്. ദിവസങ്ങളുടെ കണക്ക് നോക്കിയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഓടി സാർ, ഞാൻ ശരിക്കും ഓടിയിട്ടാണ് ഞാൻ കൊണ്ടടച്ചത്. കാരണം എല്ലാവരുടെ വീട്ടിലും വന്നു അവർ കൊണ്ട് ഒട്ടിക്കാൻ പോയി. ഇതെല്ലാം കൊണ്ടുവന്ന് ഒട്ടിക്കാൻ വന്നപ്പോഴാണ് നമ്മൾ സാറേ ഒട്ടിക്കേണ്ട സാറേ, എൻ്റെ വീട്ടിൽ ഒട്ടിക്കല്ലേ സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നു. സാറേ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അടച്ചെങ്കിൽ പുതുക്കാൻ പറഞ്ഞു. തിരുവനന്തപുരം പാലോട് സ്വദേശി അനിത പണിമുടക്കിയുള്ള സമരത്തിലാണ്. അപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓട്ടത്തിലാണ്. പ്രദേശത്തെ വീടുകളിൽ ജോലിക്ക് പോകും, ശേഷം സമരമുഖത്തേക്കും. ചെയ്തു തീർത്തതിന്റെ കണക്കുകൾ ഡയറിയിലുണ്ട്. കണക്കെഴുത്ത് ഫെബ്രുവരി മാസം അവസാനിച്ചതാണ്. എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മയില്ല, എൻ്റെ അനിയത്തിയില്ല, എല്ലാവരും മരിച്ചു. ഞാനും എൻ്റെ കൊച്ചുങ്ങളും ചേട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ആരുടെ നിന്നും കൂടെ ഒന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ദുഃഖം പറയാനോ എനിക്ക് ആരുമില്ല. അത്രയ്ക്ക് കഷ്ടതയിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബശ്രീ ചെന്ന് കേട്ടപ്പോൾ ഉടനെ 25,000 തന്നു. ഞാൻ കൊണ്ടുവന്ന് അങ്ങ് അടച്ചു. അങ്ങനെയാണ് അത് പുതുക്കി വെച്ച് സാർ. അത് കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഭർത്താവിനും താങ്ങാകുന്നത് അനിതയാണ്. കൊറോണ സമയത്ത് നമ്മൾ നല്ലതുപോലെ ആൾക്കാരെ നോക്കിയതിനും അതുപോലെ തന്നെ നമ്മൾ വാക്സിനേഷൻ എല്ലാ ആൾക്കാരും നല്ല അറേഞ്ച്മെന്റിലെല്ലാം വിട്ടതിൻ്റെ ഇതിലും നമ്മളെ പഞ്ചായത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് നമുക്കൊരു അനുമോദനം തന്നതാണത്. സന്തോഷമായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോഴാണ് നമുക്ക് ഉണ്ടായത്. സമരം കഴിഞ്ഞെത്തുന്നയാളെ കാത്ത് ഈ ജനാലയ്ക്കരികിൽ എന്നും ഉണ്ടാകും. ആദ്യമൊക്കെ ശരിയാകുമെന്ന മറുപടിയായിരുന്നു. ഇപ്പോൾ മറുപടിയില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഇവർ മുന്നോട്ട് പോവുകയാണ്. പ്രതീക്ഷ ഉണ്ട് സാറേ, പ്രതീക്ഷ ഉണ്ട്. കാരണം ഇനിയെങ്കിലും സത്യമാണ്, നമ്മൾ ഇനിയെങ്കിലും അത് കണ്ണു തുറന്ന് നമുക്ക് തരുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. സമരത്തിനിടയിലും ആശാപ്രവർത്തകയുടെ പരിചരണം ആഗ്രഹിക്കുന്നവരെ പലപ്പോഴും വിസ്മരിക്കാറില്ല. ധർണയൊക്കെ ഉള്ളതിൻ്റെ അന്ന് നേരത്തെ രാവിലെ പോകും, അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോയിട്ട് ഉച്ചവരെ ഇരുന്നിട്ട് പിന്നെ പിറ്റേന്ന് ഉച്ചവരെ ഇരുന്നിട്ട് വരും. ഇങ്ങനെ ജീവിക്കുന്ന നിരവധി ആശാപ്രവർത്തകരിൽ ഒരാൾ മാത്രമാണിത്. ഇവരുടെ ആശയറ്റുപോകാതെ കാക്കേണ്ടത് ഭരണ സംവിധാനങ്ങളാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.